കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് നൽകി. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വരെ നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് 12-13 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിന്, ധ്യാനിക്കുന്നതിന് സമയമെടുക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. ഇവിടെ സഭയിൽ ദൈവവചനം പഠിപ്പിക്കുകയും നടത്തുകയും ദൈവസഭയിൽ അധ്വാനിക്കുകയും ചെയ്യുന്നവരെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വലിയ വിശദീകരണമൊന്നുമില്ലാതെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 2 വാക്യങ്ങളിൽ അതിനെ ഒതുക്കിയിരിക്കുകയാണ്. നാം ദൈവവചനം പരിശോധിച്ചാൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ചുരുക്കം വാക്യങ്ങളിൽ മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും പത്രോസ് എഴുതിയ ലേഖനത്തിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ചുരുക്കമായിട്ട് മാത്രമാണ്, അധികം വിവരിച്ച് അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ, അവിടെ നമുക്ക് ഒന്നിലധികം ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സഭയിൽ അധ്വാനിക്കുകയും ഭരിക്കുകയും പ്രബോധിക്കുകയും ചെയ്യുന്ന ആളെ, അല്ലെങ്കിൽ ചെയ്യുന്നവനെ എന്നല്ല, ചെയ്യുന്നവരെ എന്നാണ്. അപ്പോൾ സഭയുടെ മുമ്പോട്ടുള്ള പോക്കിന് ദൈവവചനം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥ, പൊതുവായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകൾ ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ചില അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ഒരാളൊക്കെ ആയി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ആരെങ്കിലും മരിച്ചു പോവുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് സ്ഥലം മാറി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും താൽക്കാലികമായി അത് ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് വരാം. എന്നാൽ ദൈവവചനത്തിന്റെ പൊതു പ്രമാണം എന്ന് പറയുന്നത് സഭയെ നടത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ഏകാംഗ ശുശ്രൂഷയല്ല, അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പലരായിരിക്കണം എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നടത്തുന്ന ആളുകളാണെങ്കിലും അവർക്ക് തെറ്റുകൾ പറ്റാം, അവർക്കും ആത്മീയമായിട്ടുള്ള പ്രചോദനം, സഹായം, തിരുത്തലുകൾ ഒക്കെ ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സഹശുശ്രൂഷകന്മാരാണ് പൊതുവെ അവരെ തിരുത്തുന്നതും ഒക്കെ. അവരെ എന്തെങ്കിലും അന്യോന്യം വിശ്വാസികളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർ ഒരുമിച്ചാണ്. അതാണ് അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മൂപ്പന്മാരെ എന്നുള്ള വാക്കുകളാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാൾ എന്ന മൂപ്പൻ എന്നുള്ള നിലയിലല്ല, മൂപ്പന്മാരെ, ശുശ്രൂഷകന്മാരെ, നടത്തുന്നവരെ, പ്രബോധിപ്പിക്കുന്നവരെ, ചെയ്യുന്നവരെ എന്നാണ് ബൈബിളിലെ പൊതുവായിട്ടുള്ള പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും, അപ്പോൾ ദൈവസഭയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു അധ്വാനമുണ്ട് എന്ന് നമുക്ക് കാണാം. പിന്നെ കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും, അപ്പോൾ അവിടെ ഒരു ഭരണമുണ്ട് എന്ന് നമുക്ക് കാണാം. പ്രബോധിപ്പിക്കുകയും, ഈ 3 കാര്യങ്ങളാണ് ഒരു സഭയിലെ ശുശ്രൂഷകൻ ചെയ്യണം എന്ന് ഈ വേദവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ദൈവജനത്തിന്റെ ഇടയിൽ അധ്വാനിക്കുക, ഭരിക്കുക, പ്രബോധിപ്പിക്കുക. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ, അതെന്തെങ്കിലും ദേഹാധ്വാനത്തെ കുറിച്ചല്ല അവിടെ പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ അതും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വിശ്വാസികളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും
അവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള അധ്വാനം, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ തികഞ്ഞവരായി നിർത്തുക എന്നുള്ളതാണ് ദൈവിക പരിപാടി. ഏതൊരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ വിശ്വാസികൾ എല്ലാവരും ദൈവസന്നിധിയിൽ തികഞ്ഞവരായി നിൽക്കുക, അവരെ അങ്ങനെ നിർത്തുക. അതിനുവേണ്ടി ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു, എന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സഭാ ശുശ്രൂഷകന്റെ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അധ്വാനമാണ്. ആ അധ്വാനം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അധ്വാനം എന്താണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്, കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും, നിങ്ങളെ ഭരിക്കുന്നവരെ എന്നല്ല, കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും. അപ്പോൾ ആ വാക്കിന് പ്രത്യേകതയുണ്ട്. ഇത് കേവലം ഏതെങ്കിലും ഒരു സ്ഥാപനത്തെയോ ഒരു രാജ്യത്തെയോ ഭരിക്കുന്ന ഒരു ഭരണമല്ല സഭയിലെ ഭരണം എന്ന് പറയുന്നത്. കർത്താവ് തന്നെ ശിഷ്യന്മാര് ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്, ലോകത്തിലെ ആളുകൾ അങ്ങനെ മഹത്വങ്ങൾ അധികാരം നടത്തുന്നു, എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം എന്നാണ് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സഭയിലെ ഭരണം എന്ന് പറയുന്നത് ലോകത്തിലുള്ള ഒരു ഭരണവും പോലെ അല്ല, അതിൽ നിന്നും തികച്ചും വ്യത്യാസമാണ്. ലോകത്തിൽ അധികാരം നടത്തുകയും അതുപോലെ തന്നെ അവരുടെ മേൽ കർത്തൃത്വം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്ന, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അങ്ങനെ ഒരു അധികാരം നടത്തി അധികാരം സ്ഥാപിച്ച് ഒരു വിശ്വാസികളുടെ മേൽ ഒരു അധികാരസ്ഥനായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് ആത്മീയ ശുശ്രൂഷകന്മാർക്ക് ചേർന്നതായോ അവർക്ക് അനുവദിക്കപ്പെട്ടതോ ആയ കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയൊന്ന് ഇല്ല. കർത്താവിൽ മക്കളോട് പറയുമ്പോൾ കർത്താവിൽ അനുസരിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിൽ അനുസരിപ്പിൻ. അപ്പോൾ കർത്താവിൽ അനുസരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് വെച്ചിരിക്കുന്നതായിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ടാണ് അവരെ ഭരിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ അധികാരം നടത്തുകയോ കർത്തൃത്വം നടത്തുകയോ അങ്ങനെ ഒരു പരിപാടി ഈ ഭരിക്കുന്നതിലില്ല എന്നുള്ളതാണ്. എന്നാൽ ഭരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കണം. ഭരിക്കാനുള്ള വരം എന്ന്, വരങ്ങളുടെ ആത്മീക വരങ്ങളുടെ കൂട്ടത്തിൽ ഭരിക്കുവാനായിട്ടുള്ള വരം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഭരണം എന്ന് പറയുന്നത് സഭയിലുണ്ട്. അത് സഭയെ ശുശ്രൂഷിക്കുന്ന ആളുകളാണ് ആ ഭരണം നടത്തുന്നത്. പക്ഷെ ഭരണം എന്ന് പറയുന്നത് ഒരു വരമായിരിക്കുന്നത് കൊണ്ട് അത് സാധാരണ മറ്റ് പ്രസ്ഥാനങ്ങളെ ഭരിക്കുന്നത് പോലെയോ ഒന്നുമല്ല. ഈ ഭരിക്കുവാനായിട്ടുള്ള വരമുള്ള ആളുകൾ സഭയെ ഭരിക്കുമ്പോൾ ഭരിക്കപ്പെടുന്നു എന്ന് ഒരിക്കലും സഭയിലെ സഹോദരങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. അതാണ് ആ ഒരു വരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്റെ മേൽ അധികാരം നടത്തുന്നു, എന്നെ ഭരിക്കുന്നു, എന്നെ നിയന്ത്രിക്കുന്നു എന്നൊന്നും സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് തോന്നുകയില്ല. കാരണം എല്ലാവരും ക്രിസ്തുവിൽ സഹോദരന്മാരും സഹോദരിമാരും അതുപോലെ തന്നെ എല്ലാവരും അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നതുമായ ആളുകളാണ്. എല്ലാവരും അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രമാണത്തിന്റെ കീഴിൽ അതിനകത്ത് മൂപ്പന്മാരും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരും വരും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ മൂപ്പന്മാരും സഭയ്ക്ക് കീഴടങ്ങിയിരിക്കേണ്ടവരാണ്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സഭയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഒരു അച്ചടക്ക നടപടി എടുക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ ഒരു സഭയിലെ മൂപ്പന്മാർ ആരൊക്കെയാണ് എന്ന് പുറത്തുനിന്ന് വരുന്നതായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പാടുള്ളൂ എന്ന്. അതായത് അല്ലെങ്കിൽ എല്ലാവരും അവിടെ ഒരു തുല്യരായി എല്ലാവരും അന്യോന്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അന്യോന്യം പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിട്ട് തുടരുമ്പോൾ അവിടെ ആരെങ്കിലും ഭരിക്കുന്നുവെന്നോ ഭരിക്കപ്പെടുന്നുവെന്നോ യഥാർത്ഥത്തിൽ തോന്നുകയില്ല. അതാണ് സഭാഭരണത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. കർത്താവ് അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ, കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെയുമായിട്ട് 3.5 വർഷത്തോളം സഞ്ചരിച്ചു. കർത്താവ് അവരോട് കൂടെ നടന്നു, അവരെ ശുശ്രൂഷിച്ചു. ഞാൻ വിചാരിക്കുന്നു കർത്താവിന്റെ ചില വാക്കുകൾ സുവിശേഷങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ
നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവ് തന്നെയാണ് ശിഷ്യന്മാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും പാത്രം കഴുകുകയും ഒക്കെ ചെയ്തത് എന്നുള്ള നിലയിലാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള ആയിരുന്നു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ആയിരുന്നത്. ശിഷ്യന്മാരെ എങ്ങനെ ഭരിക്കുകയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ശാസിക്കേണ്ടതായിട്ടുള്ള സമയത്തൊക്കെ ശാസിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി. അപ്പോൾ നിങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിൽ നിങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ, ആ ഭരണം നമുക്ക് ലോകത്ത് കാണുന്നതായിട്ടുള്ള ഭരണമൊന്നുമല്ല. എന്നാൽ ഇന്ന് നമുക്ക് അനേക സഭകളിൽ നോക്കിയാൽ ഈ അധികാരം നടത്തുകയും കർത്തൃത്വം നടത്തുകയും അതുപോലെ തന്നെ ദൈവവചന വിരുദ്ധമായിട്ടുള്ള നിലയിൽ ആളുകളെ സമ്മർദ്ദത്തിലൂടെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ആത്മീയ ശുശ്രൂഷകന്മാരെയാണ് നമുക്ക് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും സഭാ ശുശ്രൂഷകന്മാരെ കുറിച്ച് വിശ്വാസികൾ വളരെ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതിനവര് അഭിഷിക്തനെ തൊട്ടാൽ നിങ്ങൾ അനുഭവിക്കും. അഭിഷിക്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേര് ക്രിസ്തുവിനുള്ള പേരാണ്. അത് യഥാർത്ഥത്തിൽ ഒരു സഭാ ശുശ്രൂഷകൻ എടുക്കുവാനായിട്ട് ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു പേരല്ല. അഭിഷിക്തനെ തൊട്ടാൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ദൈവം വലിയതായിട്ട് കോപിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭയപ്പെടുത്തി അങ്ങനെ വിശ്വാസികളെ ഒതുക്കി കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഒരു ക്രമീകരണമാണ് പൊതുവെ ഇന്ന് സഭകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവരോട് ഒന്നും ചോദിക്കുവാനായിട്ടോ ഇനി അവരിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പോലും അത് ഒന്ന് പറയുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും വിശ്വാസികൾക്കില്ല. വിശ്വാസികളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ദൈവവചന പ്രകാരമുള്ളതായ അഭിപ്രായങ്ങളോ ഒക്കെ പറഞ്ഞാൽ അതുപോലും കേൾക്കുവാനായിട്ടുള്ള മനസ്സില്ലാത്തതായ ആളുകൾ, അങ്ങനെയൊക്കെയാണ് ഇന്ന് അനേക സഭകളിലും പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കലും ഇവിടെ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ അവരൊക്കെ അധികാരം അല്ലെങ്കിൽ സഭാ ശുശ്രൂഷന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളതായ വചനം, അത് ദൈവ വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് ഉള്ളതായിട്ടുള്ള വചനമാണ്. എന്നാൽ കീഴടക്കുക എന്ന് പറയുന്നതായിട്ടുള്ളൊരു വചനം അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കുകയും, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രബോധിപ്പിക്കുകയും. പ്രബോധനം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു വാക്കാണ്. പ്രബോധനത്തിനകത്ത് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്നതും ആളുകളെ തിരുത്തുന്നതും ഉത്സാഹിപ്പിക്കുന്നതും ഒക്കെ പ്രബോധനത്തിന്റെ ഗണത്തിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സഭാ ശുശ്രൂഷന്മാരുടെ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ്? ഒന്ന്, അധ്വാനിക്കുക. അധ്വാനം എന്ന് പറയുന്നത് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുന്നതിന് വേണ്ടിയാണ് പ്രാഥമികമായിട്ടും. 2, കർത്താവിൽ നിങ്ങളെ ഭരിക്കുക. ഭരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മേൽ അധികാരം നടത്തുക എന്നുള്ളതല്ല. ദൈവസഭ അതിൻ്റെ ദൈവവചനത്തിന്റെ നിയന്ത്രണത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ദൈവേഷം ചെയ്ത് ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഭരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ലോകത്തിലെ ഭരണം പോലെയല്ല. പിന്നെ പ്രബോധിപ്പിക്കുക, അവരെ ഉത്സാഹിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരെ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് അവരെ ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് പറയുന്നത്? അവരുടെ വേല നിമിത്തമാണ്. എന്താണ് വേല? അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ ദൈവം ഇത് ഏതെങ്കിലും, നമുക്കറിയാം, ആളുകളെ ജോലിക്ക് എടുക്കുന്നത് അവരുടെ യോഗ്യതകളെയൊക്കെ നോക്കി ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആളുകളുടെ കഴിവുകൾ നോക്കും. അതുപോലെ തന്നെ അതിനകത്ത് അവർക്ക് ഒരു ശമ്പളം ഒക്കെ കൊടുക്കും. എന്നാൽ അങ്ങനെയൊന്നുമല്ല ഒരു ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ ശമ്പളമില്ല. അവരുടെ യോഗ്യതകൾ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുന്നതിന് നോക്കുന്നതായിട്ടുള്ള യോഗ്യതകളല്ല, തികച്ചും ആത്മീയമായിട്ടുള്ള യോഗ്യതകൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇത് ദൈവം ഏൽപ്പിക്കുന്നതായ ഒരു ജോലിയാണ്. ലോകത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും അതാത് സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇത് ദൈവം ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഉദ്യോഗമാണ്. അതുകൊണ്ട് അവരുടെ വേല നിമിത്തം അവരെ ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ അവരെ സ്നേഹിക്കണം എന്നുള്ളതായ പ്രമാണം ഉണ്ട്. എല്ലാവരും അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള പ്രമാണം ഉണ്ടല്ലോ. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു പ്രമാണമാണ്. എന്നാൽ അങ്ങനെ കർത്താവിൽ ഭരിക്കുകയും
അധ്വാനിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ ഏറ്റവും സ്നേഹത്തോടെ അവർക്ക് ഒരല്പം കൂടി സ്നേഹം എക്സ്ട്രാ ലഭിക്കുവാനായിട്ട് അവർക്ക് അനുവാദമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം അത് ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഒരു ശുശ്രൂഷ എന്നുള്ളത് കൊണ്ടും അത് ഏറെ അവരെ ശ്രദ്ധയോടെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം. തമ്മിൽ സമാധാനമായിരിക്കും, അന്യോന്യം എല്ലാവരും സമാധാനമായിരിക്കണം എന്നും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെ ഇപ്പൊ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ഇവിടെയും നടത്തുന്നവരെ എന്നല്ല, നടത്തിയവരെ എന്നാണ്. അതായത് അവരെ ആ കാലഘട്ടം വരെ ദൈവവചനം പഠിപ്പിച്ച് അവരെ നടത്തിയവരെ, ഒരു ഭൂതകാല പ്രയോഗമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നടത്തിയവരെ ഏറ്റവും ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അപ്പോൾ അവരെ ഇവിടെയും നമുക്ക് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നതിനെ കുറിച്ചും അവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുന്നതിനെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം എന്ന് പറയുവാനായിട്ടുള്ള കാരണം ഒരുപക്ഷെ ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ആളുകളെ നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ ജീവാവസാനത്തിങ്കൽ അവരുടെ വചനത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 17-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ജീവൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഈ 7-ാമത്തെ വാക്യത്തിലും 17-ാമത്തെ വാക്യത്തിലും ഈ നടത്തിയവരെ, ആദ്യം നടത്തിയവരെ എന്ന് പറഞ്ഞു, അതിനുശേഷം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അപ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയും അതുപോലെ തന്നെ ദൈവം കൊടുത്തതായിട്ടുള്ള ഒരു ആത്മീക വരവുമാണ് എങ്കിൽ അവർക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കീഴടങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യം ഏറ്റവും പ്രാധാന്യമാണ്. ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ അനേക സഭകളിലും അവിടെ നടത്തുന്നു എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ആളുകളെ അവർക്ക് എതിരെ വെല്ലുവിളികളും ആക്ഷേപങ്ങളും അവരെ കുറ്റം വിധിക്കലും അവരുടെ ജീവിതത്തിലുള്ള കുറവുകളെയൊക്കെ അങ്ങനെ പരസ്യപ്പെടുത്തി അങ്ങനെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ തേജോവധം ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് അനേക സഭകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദൈവജനത്തിനിടയിൽ, ഒരു ദൈവസഭയിൽ അങ്ങനെ ഒരിക്കലും പാടില്ല. നമുക്കറിയാമല്ലോ, ഏതൊരു പ്രസ്ഥാനത്തിന് പോലും ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അനുസരിക്കുകയോ വിധേയപ്പെടുകയോ ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് തന്നെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സഭയിലാണെങ്കിലും സഭയിൽ നടത്തുന്നതായിട്ടുള്ള ആളുകളെ, നടത്തുന്നവരായിട്ടുള്ള ആളുകളെ അവർക്ക് കീഴടങ്ങിയിരിക്കുന്നില്ല എങ്കിൽ, അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നില്ല എങ്കിൽ ആ സഭയ്ക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇവിടെ നടത്തുന്നവരെ എന്നും നടത്തിയവരെ എന്നും നമുക്ക് കണ്ടല്ലോ. അപ്പോൾ ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവമക്കളെ നടക്കുവാൻ പഠിപ്പിക്കുക, ദൈവവചനത്തിന്റെ പ്രമാണത്തിനുള്ളിൽ നടക്കുവാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ, ചെറിയ മക്കള് അവരെ നടക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അവരെ കൈക്ക് പിടിച്ച് അവരെ അങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ട് പോകും, അവരെ നടക്കുവാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആജീവനാന്ത പ്രക്രിയയാണ്. എല്ലാവരും പൂർണ്ണതയിൽ എത്തുന്നതായിട്ടുള്ള ഒരാളുകളും ഇല്ല. അപ്പോൾ ഈ ശുശ്രൂഷകന്മാർ അന്യോന്യം നടത്തുന്നവരുമാണ് എന്നുള്ളതും നമുക്ക് മറക്കുവാനായിട്ട് പാടില്ല. ശുശ്രൂഷകന്മാർ അന്യോന്യം നടത്തുന്നവരായിരിക്കണം. അതുപോലെ തന്നെ അവര് ദൈവമക്കളെയും നടത്തുന്നവരായിരിക്കണം. എന്നെ നടത്തുവാൻ ആവശ്യമില്ല, ഞാൻ നടന്നുകൊള്ളാം എന്നൊരാൾ പറയുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനെ പോലെ ആയ, ക്രിസ്തുവിന്റെ നിലവാരത്തിലെത്തിയ ഒരാൾക്ക് മാത്രമേ
അത് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ, പാടുള്ളൂ താനും. അല്ല, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട എന്നൊരാൾ പറയുന്നുവെങ്കിൽ അത് ഒരു നിഗളത്തിന്റെ ആത്മാവിൽ നിന്നും പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, എനിക്ക് അതിനുള്ള പരിജ്ഞാനമൊക്കെ ഉണ്ട്, എന്നെ ആരും ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ ദൈവിക പരിപാടിക്ക് പുറത്തേക്ക് പോയി എന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. നടത്തപ്പെടുവാൻ ആവശ്യമില്ലാത്ത ഒരാളും ഒരു സഭയിലില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശുശ്രൂഷകന്മാർ മറ്റുള്ളവരെ, വിശ്വാസികളെ നടത്തുന്നു എന്ന് പറയുമ്പോഴും ശുശ്രൂഷകന്മാർ തമ്മിൽ അവര് അന്യോന്യം നടത്തുന്നവരാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രസ്ഥാനവും അതിൽ തന്നെ ഛിദ്രിച്ചു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് പിശാചിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും കർത്താവ് അങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവിടെയും ഒരു നിലനിൽപ്പ് ഇല്ല. ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഒരു രാജ്യം അതിൽ തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവസഭയിൽ അന്യോന്യം ഛിദ്രിച്ചും നേതൃത്വത്തിന് കീഴടങ്ങാതെയും ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സഭയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. സഭ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക എന്നുള്ളതാണ്. ദൈവമക്കളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക. അപ്പോൾ അത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ്. നമുക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടി ജാഗരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യം കൊണ്ടോ അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ധനം കൊണ്ടോ ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ജാഗരണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊണ്ടോ അതല്ല എങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ പരിജ്ഞാനം കൊണ്ടോ ഒന്നും അല്ല ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക എന്ന് പറയുന്നത്. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ സഭയിലെ എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ അന്യോന്യം ജാഗരിക്കേണ്ടതും ആവശ്യമാണ്. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീകമായിട്ടുള്ള വളർച്ച, അവരുടെ ജീവിത വിശുദ്ധി, ഈ കാര്യങ്ങളിലൊക്കെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് വലിയ ദൈവികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് ഞരങ്ങിക്കൊണ്ടല്ല. അത് എന്തുകൊണ്ടാണ് അത് ഞരങ്ങിക്കൊണ്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് വരുന്നത്? അത് ഞരങ്ങിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത, വചനപ്രകാരം പറയുന്നതായിട്ടുള്ള ഒരു കാര്യം കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്തതായിട്ടുള്ള ആളുകളെ നടത്തുക എന്ന് പറയുന്നത് പലപ്പോഴും നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല, അത് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല പലപ്പോഴും. അപ്പോൾ ഉള്ളിലുണ്ടാകുന്നതായിട്ടുള്ള വികാരമാണ് ഞരക്കം എന്ന് പറയുന്നത്. പക്ഷെ അത് സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുന്നത് എപ്പോഴാണ്? വിശ്വാസികൾ തമ്മിൽ അന്യോന്യം സംസാരിക്കുവാനും അല്ലെങ്കിൽ മൂപ്പന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുകയും അവര് പറയുന്നതായിട്ടുള്ള പ്രബോധനങ്ങൾ ചെവിക്കൊള്ളുകയും അവര് നൽകുന്നതായിട്ടുള്ള ഉപദേശങ്ങളെ കൈക്കൊള്ളുകയും ഇനി എന്തെങ്കിലും തെറ്റുകൾ വന്നത് ചൂണ്ടിക്കാണിച്ചാൽ അതിലത് തിരുത്തുവാനുള്ള മനോഭാവം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷ വളരെ സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് ഇടവരുന്നു. ഇനി അത് സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് ഇട കൊടുക്കുന്നില്ല, അത് ഞരങ്ങിക്കൊണ്ടാണ് അത് അവർ ചെയ്യേണ്ടി വരുന്നത്, അതുകൊണ്ട് ഫലമുണ്ടാകുകയുമില്ല എന്ന് മാത്രവുമല്ല, അങ്ങനെയൊക്കെ വന്നാൽ അത് നിങ്ങൾക്ക് നന്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വിധത്തിലാണ് നന്നല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് അവിടെ കൃത്യമായും വ്യക്തമായിട്ടും പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മാക്കൾക്ക് വേണ്ടിയാണല്ലോ ജാഗരിച്ചിരിക്കുന്നത്. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നതായ ആ ശുശ്രൂഷ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുന്നില്ല എങ്കിൽ അവിടെ പ്രശ്നം വരുന്നത് ആത്മാവിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ
നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. ഇവിടെയും അവരെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച്, സ്നേഹിക്കുന്നതിനെ കുറിച്ച് അത് ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരട്ടി മാനത്തിന് യോഗ്യരായി അവരെ എണ്ണണമെന്നാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ നാം കാണുമ്പോഴും സഭയിലെ ശുശ്രൂഷകന്മാർ അവരിൽ ഒരാളാണ് എന്നുള്ളതായ കാര്യവും മറക്കാനായിട്ട് പാടില്ല. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം ഉള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. അപ്പോൾ ഒരാളുടെ വിശ്വാസത്തിന്റെ മേൽ ആർക്കും കർത്തൃത്വമില്ല. വിശ്വാസത്തിന്റെ മേൽ കർത്തൃത്വമുള്ളത് യേശുക്രിസ്തുവിന് മാത്രമാണ്. അങ്ങനെ ഒരു കർത്തൃത്വം ആർക്കും യഥാർത്ഥത്തിലില്ല. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. അപ്പോൾ ആത്മീയമായിട്ട് ആളുകൾ പുരോഗതി പ്രാപിക്കുമ്പോൾ, ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ, അവർ ആത്മീയ വളർച്ച പ്രാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തില് വളരെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ വർദ്ധിക്കും. അതിനുള്ള സഹായികളാണ് ഞങ്ങൾ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ എന്നാണ്. ഞങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ എന്നല്ല, ഞങ്ങൾ നിങ്ങളുടെ മേൽ ഭരിക്കുന്നവർ എന്നല്ല, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ എന്നാണ്. ആ ദാസന്മാർ എന്ന് പറയുന്നത് ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മാനുഷിക നിലയിലുള്ള ഒരു ദാസന്മാർ എന്നുള്ള പ്രയോഗമല്ല, അങ്ങനെയല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം ആണ് ആ ജോലി ഏൽപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് അത് വിശ്വാസികളുടെ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി, നമുക്കറിയാലോ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ആ കമ്പനിയുടെ ആളിന്റെ ദാസന്മാരാണ്, അല്ലെങ്കിൽ ജോലിക്കാരാണ്. ഇവിടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വന്തമായിരിക്കുന്ന ആളുകളെയാണ്, തന്റെ രക്തത്താൽ വീണ്ടെടുത്ത് താൻ നിലനിർത്തിയിരിക്കുന്ന ആളുകളെയാണ് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ നിങ്ങൾ നിമിത്തം ദാസന്മാർ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ അതൊരു ദാസ്യ ശുശ്രൂഷയാണ് കർത്താവ് ഏൽപ്പിച്ചു എന്നുള്ള നിലയിൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പത്രോസ് എഴുതിയ ലേഖനത്തിലും പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി തീർന്നുകൊണ്ട് മധ്യസ്ഥ ജീവി. അപ്പോൾ ഉപദേശം മാത്രമല്ല, നമ്മളത് തെസ്സലോനിക്ക ലേഖനം പഠിച്ചപ്പോൾ ധാരാളം പ്രാവശ്യം അത് നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മള് ആട്ടിൻകൂട്ടത്തിന്റെ മേൽ ഒരു അധികാരം നടത്തിക്കൊണ്ടോ ഭരിച്ചുകൊണ്ടോ അല്ല അവരെ നടത്തേണ്ടത്, മറിച്ച് അവർക്ക് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. ഒരു സഭയിലെ ശുശ്രൂഷകന്മാർ ജീവിക്കുന്നതായിട്ടുള്ള ജീവിതം എപ്പോഴും വിശ്വാസികൾക്ക് മാതൃകയുള്ളതായിരിക്കണം. പ്രസംഗം മാത്രം പോരാ, അതുപോലെ തന്നെ ജീവിത മാതൃകയും ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണത്തിന്, സൗമ്യത ഉള്ളവരായിരിക്കണം എന്ന് പഠിപ്പിക്കുകയും എന്നാൽ സൗമ്യത ഇല്ലാത്തതായിട്ടുള്ള സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അങ്ങനെ നമുക്കൊരിക്കലും പഠിപ്പിക്കുവാനായിട്ട് പോലും അതൊരു അയോഗ്യതയാണ് എന്ന് നമുക്കറിയാമല്ലോ. ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ സൗമ്യതയും സ്നേഹവും ബഹുമാനവും അവരുടെ ജീവിതവും ഒക്കെ ആ സഭയിലെ ആളുകൾക്ക് ഒരു മാതൃകയായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് സഭയ്ക്ക് അധ്യക്ഷത ചെയ്യേണ്ടത്. പലപ്പോഴും പ്രസംഗത്തെക്കാൾ ഏറെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പ്രവൃത്തികളാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള സഹോദരന്മാരോടുള്ള ഒരു പ്രബോധനമാണ്. എന്നാൽ നാം ഈ ലേഖനം പഠിക്കുമ്പോൾ ആ ലേഖനത്തിൽ നമുക്ക് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇതും പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം, അതിന്റെ രണ്ടു വശവും, അതായത് വിശ്വാസികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനോട് ചേർന്ന് സഭയിലെ ശുശ്രൂഷകന്മാർ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമാകുന്നത്. അതിന്റെ ഒരു വശം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ
ഒരു വശം മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൊരു അപൂർണതയുണ്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ രണ്ടു വശവും ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചന പ്രകാരമുള്ള ഒരു മനോഭാവവും കാഴ്ചപ്പാടും രീതികളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് നമുക്ക് സഭയിൽ ആവശ്യമായിട്ടുള്ളത്. അത് നമ്മെ സഹായിക്കുന്നത് ദൈവവചനത്തിന്റെ പഠനം തന്നെയാണ്. സർവശക്തനായ ദൈവം നമ്മെ ഈ എല്ലാ പഠനത്തിലൂടെയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു സഭയായി, ദൈവത്തിന്റെ മക്കളായി, കുഞ്ഞുങ്ങളായി നമുക്ക് തീരാം. അവന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.